സിന്ധു ജോയി CPM വിട്ടു. പാർട്ടിയുടെ പ്രാഥമികാംഗത്വം രാജിവെച്ചു. പാർട്ടി അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജി. ഇന്ന് വൈകുന്നേരം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സിന്ധു ജോയി പങ്കെടുക്കും. നിരന്തരമായി പാർട്ടി അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് CPMൽ നിന്ന് രാജിവെച്ചതെന്ന് സിന്ധു ജോയി മനോരമ ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പുറത്തുള്ളവരെ പിന്തുണയ്ക്കുന്ന CPM സമീപനത്തിൽ ദുഃഖമുണ്ടെന്നും അവർ പറഞ്ഞു. പാർട്ടിയിൽ തനിക്ക് സജീവമായി പ്രവർത്തിക്കാനുള്ള വേദിയുണ്ടായില്ലെന്നും സിന്ധു ജോയി പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഭാരവാഹിയായിട്ടുള്ള SFIയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്നും DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. നിരന്തരമായി പാർട്ടി അവഗണിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ നിശബ്ദമായിട്ട് സഹിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോ തിരുവനന്തപുരത്ത് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള ഒരാൾ പെട്ടെന്ന് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ നിലവിൽ പാർട്ടിയിലുള്ള സ്ത്രീകളെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ജയാഡാലിക്ക് ഉൾപ്പെടെ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കകത്തുള്ള എനിക്ക് പേഴ്സണലായിട്ട് പോലും ഒരു സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിൽ മനംനൊന്താണ് തീർച്ചയായിട്ടും എൻ്റെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഉണ്ടായില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ ടഫായിട്ടുള്ള എറണാകുളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ നല്ല മത്സരം കാഴ്ചവെച്ച ഒരു വ്യക്തിക്ക് പിന്നീട് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവാതിരിക്കുക, നിരന്തരമായി അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അത്തരത്തിൽ നമ്മളെ മാറ്റി നിർത്തുക, ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാതിരിക്കുക, അങ്ങനെ ജയിലറയിൽ കഴിയുന്നത് പോലെ എനിക്ക് കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. പൊതുപ്രവർത്തന രംഗത്ത് തുടരാനുള്ള താല്പര്യം തന്നെയാണ് എന്നെ CPM വിടാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായിരിക്കണം ഭാവി പരിപാടികൾ, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തത വരുത്തിയതിനു ശേഷം തീർച്ചയായിട്ടും ഞാനത് നിങ്ങളെ അറിയിക്കും. എന്തായാലും തീരുമാനം വൈകില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എന്താണ് എന്റെ പ്രവർത്തന മേഖല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാം. 2006 തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രചാരണായുധങ്ങളിലൊന്ന് സ്വാശ്രയ സമരവും അതിൽ ഗ്രനേഡ് വീണ് കാലുപൊട്ടിയ സിന്ധു ജോയിയുമായിരുന്നു. 5 വർഷം പിന്നിടുമ്പോൾ അവഗണനയിൽ മനംനൊന്ത് ആ വനിതാ സമരസഖാവ് പാർട്ടിയോട് സലാം പറഞ്ഞിറങ്ങുന്നു. 2005 സ്വാശ്രയ സമരം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ സമരമുന്നണിയിൽ സിന്ധു ജോയി ഉണ്ടായിരുന്നു. സമരക്കാരും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഗ്രനേഡ് വീണ് അന്ന് സിന്ധുവിന്റെ കാലിന് ഗുരുതര പരിക്കേറ്റു. ആഴ്ചകളോളം ചികിത്സയിലായി. 30 ദിവസം ജയിലിലും. വാക്കിംഗ് സ്റ്റിക്കിലായ സിന്ധുവിനെ മുന്നണി പ്രചാരണായുധമാക്കി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ചാവേറുമാക്കി. SFIയുടെ ആദ്യ വനിതാ സംസ്ഥാന പ്രസിഡന്റായി. എന്നാൽ വനിതാ ന്യൂനപക്ഷ മുഖത്തിന് പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മാത്രമാണ് ഇടം കൊടുത്തത്. SFIയുടെ ദേശീയ നേതൃത്വത്തിൽ സുപ്രധാന ചുമതലകൾ കൊടുത്തതുമില്ല. പാർട്ടിയിൽ സജീവമായി ചുരുക്കം ദിവസം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ വനിത ഉണ്ടായിരുന്നപ്പോഴാണിത്. സഭയും പാർട്ടിയും തമ്മിൽ കടുത്ത കലഹത്തിലായ കാലത്ത് എറണാകുളത്ത് വീണ്ടും സിന്ധുവിനെ പാർട്ടി ചാവേറാക്കി. പക്ഷേ പിന്നെയും ജയിച്ചു കയറാവുന്ന സ്ഥാനമാനങ്ങൾ വന്നപ്പോൾ ഈ സമരമുന്നണിയിലെ വനിതാമുഖത്തെ പാർട്ടി പരിഗണിച്ചതേയില്ല. ഇതോടെ പാർട്ടിയും സിന്ധുവും അകന്നു. കമ്മിറ്റികളിൽ പങ്കെടുക്കാതായി. മാതാപിതാക്കൾ നേരത്തെ നഷ്ടമായ സിന്ധുവിന് പാർട്ടിയും പാർട്ടിക്ക് സിന്ധുവും കൊടുത്ത തുണ ഇനിയില്ല. വേദനയോടെ സിന്ധു ജോയി പടിയിറങ്ങുന്നു. ന്യൂസ് ഡെസ്ക്